ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല, ശശിധരൻ പരിമല, ഇങ്ങനെ രണ്ട് പേരുകളിൽ അറിയപ്പെടും. 5 മിനിറ്റ് കൂടുതൽ എടുക്കുകയില്ല. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ലൈക്കും സബ്സ്ക്രൈബും വേണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഭൂമിയിലെ ദുഃഖിതർക്കും പീഡിതർക്കും നിന്ദിതർക്കും നിരാശ്രിതർക്കും നിർധനർക്കും രോഗികൾക്കും വേണ്ടിയാണ്. കാലാകാലങ്ങളായിട്ട് യുഗാന്തരങ്ങളായിട്ട് ഭൂമിയിൽ ഈ ഒരു വിഭാഗത്തിന് യാതൊരു മോചനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കോ മോചനം ഉണ്ടായില്ല. നിങ്ങളുടെ മക്കൾക്കെങ്കിലും മോചനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്ക് അറിയത്തില്ല എങ്ങനെ ജനിക്കണമെന്ന്, മാതാപിതാക്കൾക്ക് അറിയാവുന്നു. ജനനം ശ്രേഷ്ഠമാണ്. മഹാകവി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, 1000 കോടി മനുഷ്യർ ജനിക്കുമ്പോൾ ലക്ഷണമൊത്തത് 1 or 2 ഉള്ളെന്ന്. ബാക്കിയെല്ലാം ലക്ഷണപ്പശകായിട്ട് ജനിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ വലുതാകുമ്പോൾ ധാരാളം ദുർപ്രവർത്തികൾക്കുടമയാകും. ഇപ്പോൾ ദുർപ്രവർത്തികൾക്കുടമയായവരുടെ ലിസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലക്ഷണമൊത്ത കുട്ടി ജനിക്കണം. കുന്തിദേവി പറഞ്ഞു, ഭാഗ്യവന്തം പ്രസൂയേത മാശൂരമാജ പണ്ഡിതം. ശൂരനെയോ പണ്ഡിതനെയോ അല്ല പ്രസവിക്കേണ്ടത്, ഭാഗ്യവാനെ പ്രസവിക്കണം. അങ്ങനെയുള്ള ഭാഗ്യവാനെയോ ഭാഗ്യവതിയോ പ്രസവിക്കണമെങ്കിൽ മാതാപിതാക്കൾ കുട്ടി ജനിക്കുന്നതിനും 280 ദിവസം മുമ്പ് ആണല്ലോ കുട്ടി ജനിക്കുന്നത്. അതിനും 6 മാസം മുമ്പ് മാതാപിതാക്കൾ നോയമ്പെടുക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. പ്രാർത്ഥന, ധ്യാനം, ഉപവാസം, നോയമ്പ് ഇവയെടുക്കണം. നല്ല മാസം, നല്ല ദിവസം, നല്ല സമയം നോക്കി ഒരു കുട്ടിക്ക് ജന്മം നൽകണം. അത് ഈശ്വരനോട് അനുവാദം വാങ്ങണം. മാസങ്ങളിൽ നല്ല മാസമുണ്ട്. നമ്മളൊരു കപ്പത്തണ്ട് ഒടിച്ച് കാലമോ കാലാവസ്ഥയോ വാവോ പക്കമോ നോക്കാതെ എവിടെങ്കിലും നാട്ടിയാൽ അത് കിളിർക്കുമോ? യേശുദേവൻ പറഞ്ഞു, നല്ല നിലത്ത് വിത്ത് വിതയ്ക്കി. കർഷകൻ എടുക്കുന്നത് കളക്ട് ഗുഡ് സീഡ്സ് ഫ്രം ദി മദർ പ്ലാന്റ് എന്നാണ്. എത്ര പേര്, ഞാനോ ഇങ്ങനെയായി, എൻ്റെ മക്കളെങ്കിലും നല്ല നിലയിലാകട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ ഒരു ശ്രേഷ്ഠനായ കുട്ടിക്ക് അല്ലെ ശ്രേഷ്ഠയായ കുട്ടിക്ക് ജന്മം കൊടുത്താൽ അവർ ഒത്തിരി ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇനി ഒരു സംഗതി, അയ്യോ ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ ജനിച്ചത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളിൽ അങ്ങനെ ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കോടാനുകോടി പൂർവികർ പകർന്ന് നൽകിയ സൽജീനുകൾ നിങ്ങളിലുണ്ട്. ആ സൽജീനുകളെ നിങ്ങൾ ഉണർത്തണം. അത് പ്രാർത്ഥന, ധ്യാനം, നോയമ്പ്, ഉപവാസം, സൽജീവിതം ഇവ നടത്തി ഉണർത്തിയാൽ നിങ്ങൾ ശ്രേഷ്ഠയാകും, അല്ലെ ശ്രേഷ്ഠനാകും. ഞാനിങ്ങനൊന്നും അല്ലല്ലോ ജനിച്ചതെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരിലെ സൽജീനുകളും ദുർജീനുകളും നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ സൽജീനുകൾ ഉണരണമെങ്കിൽ വിശുദ്ധ ജീവിതം ആവശ്യമാണ്, പോസിറ്റീവ് എനർജി കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് പോസിറ്റീവ് എനർജി നിങ്ങളിൽ വർദ്ധിപ്പിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ വിശുദ്ധ ജീവിതം തുടങ്ങേണ്ടത്. അങ്ങനെ ജനിച്ചതെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളിൽ ഉണ്ടല്ലോ, എല്ലാ വ്യക്തിയിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ ആ ഈശ്വര ശക്തിയെ ഉണർത്തുന്നവർ വളരെ കുറവാണ്. എന്താ? നേരമില്ല. കോടാനുകോടി തലമുറയ്ക്ക് ഉണ്ണാനും ഉടുക്കാനും അഹങ്കരിക്കാനും ഉള്ളത് ആരുടെയിലുമൊക്കെ വെട്ടിപ്പിടിച്ചുണ്ടാക്കണ്ടേ? അങ്ങനെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയവരെയോട് ഞാനൊരു ചോദ്യം, നിങ്ങൾ ഈ വെട്ടിപ്പിടിച്ചുണ്ടാക്കി കൊടുത്ത മുതലെല്ലാം അവർക്ക് ഉപകരിക്കുമോ? നിങ്ങൾ മാക്സിമം എത്ര ദിവസം ജീവിച്ചിരിക്കും? 44,110 ദിവസം. 120 വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുകയാണെങ്കിൽ 280 ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ദിവസം, 120 വർഷത്തിലെ അതിവർഷമാണ് 30. പിന്നെ 365നെ 120 കൊണ്ട് ഗുണിച്ചെല്ലാം കൂടെ കൂട്ടുന്നതാണ് 44,110.
ഇത്രയും ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായിട്ട് ജനിക്കണം. അങ്ങനെ ജനിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ദുഃഖവും ദുരിതവും ഉണ്ടാകരുത്. ഇനി എങ്ങനെയും ജനിക്കട്ടെ. നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കും? പ്രാർത്ഥന എൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി. രാവിലെ എണ്ണീച്ചാലുടനെ നിങ്ങൾ ശരീരശുദ്ധി വരുത്തി നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂടും. വൈകിട്ടും പ്രാർത്ഥിക്കണം. ഒരു മൊബൈൽ എപ്പോഴൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്? അതിലെ ചാർജ് തീരുമ്പോഴല്ലേ. എത്ര സമയം ചാർജ് ചെയ്യണം? അതൊരു ദിവസം കംപ്ലീറ്റ് പ്രവർത്തിക്കണമെങ്കിൽ. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയിൽ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂട്ടണം. അതിന് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പോസിറ്റീവ് എനർജിയുടെ അളവ് കൂട്ടിയാൽ നിങ്ങളിലെ സൽജീനുകൾ ഉണരും. സൽജീനുകൾ ഉണർന്നാൽ നിങ്ങൾക്ക് ആപത്തപകടങ്ങളിൽ ചെന്ന് ചാടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കേസിലും പ്രതിയാവുകയില്ല. നിങ്ങൾ പീഡന വീരനാവില്ല. നിങ്ങൾ ചൂഷണ വീരനാവില്ല. നിങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കത്തില്ല. നിങ്ങൾ നല്ല ജീവിതം നയിക്കും. അതിന് ഏറ്റവും അത്യാവശ്യം പ്രാർത്ഥനയാണ്. അല്ലയോ, ഇത് കേൾക്കുന്ന വ്യക്തികളെ ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. എല്ലാവർക്കും ഒത്തിരി ജോലിയുണ്ട്. ബാക്കി പിന്നെ എപ്പോഴേലും ദൈവം തമ്പുരാൻ ആയുസ് തന്നാൽ പറയാം. ഓക്കെ, ഇത് ലൈക്ക് വേണ്ട, സബ്സ്ക്രൈബും വേണ്ട. ഷെയർ ചെയ്യാമോ? ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ. ഷെയർ ചെയ്താൽ നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഇത് നിങ്ങൾക്ക് തന്നെ ആ ഭാഷയിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് പറയാനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുക. ഇത് നല്ല കാര്യമാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഭൂമിയിൽ എല്ലാവരോടും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.